രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ പുതിയൊരു ആരോപണത്തിൻ്റെ കഥകൾ കേൾക്കുന്നുണ്ടല്ലോ. അത് ബംഗ്ലാദേശിലെ ബ്ലിറ്റ്സ് എന്നൊരു പ്രശസ്തമായ പത്രമുണ്ട്. മുൻപും ബ്ലിറ്റ്സിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ സോണിയാഗാന്ധിയെക്കുറിച്ചുള്ള ഒരുപാട് വെളിപ്പെടുത്തലുകൾ ബ്ലിറ്റ്സ് നടത്തിയിട്ടുണ്ട്. സലാവുദ്ദീൻ ഷോയിബ് ചൗധരി എന്ന് പറയുന്ന ആൾ പത്രാധിപരായിട്ടുള്ള പ്രസിദ്ധീകരണമാണ് ബ്ലിറ്റ്സ്. ബ്ലിറ്റ്സിൻ്റെ ഏറ്റവും പുതിയ ലക്കത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ, സോണിയാഗാന്ധി എന്ന് പറയുന്ന ആൾ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ചാര സംഘടനയായ ISI നിയമിച്ച ഏജൻ്റാണ്. അതിനവർ കോഡ് നെയിം ഇട്ടിട്ടുണ്ട്, ലവ്ലി മാനിയ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ. ലവ്ലി മാനിയ എന്ന ഓപ്പറേഷൻ്റെ ഭാഗമായി 1960കളിൽ സോണിയാഗാന്ധിയെ ISI റിക്രൂട്ട് ചെയ്തു. സോണിയ അത്ര വലിയ സാമ്പത്തികമുള്ള കുടുംബത്തിലെ ആളൊന്നുമല്ല, വളരെ ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് ഒരു ബാറിലോ ഹോട്ടലിലോ ഒക്കെ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളെ തെരഞ്ഞു പിടിച്ച് ISI റിക്രൂട്ട് ചെയ്തു. ISIയുടെ തലവനായിരുന്ന ചീഫായിരുന്ന റിയാസ് ഹുസൈൻ ഒരു ലവ്ലി മാനിയ എന്നൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി അങ്ങനെ ഇന്ത്യൻ ഓപ്പറേഷന് വേണ്ടി വിട്ട ആളാണ് സോണിയാഗാന്ധി. അങ്ങനെയാണ് രാജീവ് ഗാന്ധിയുടെ ഭാര്യയായിട്ട് ഇന്ത്യയിലെത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സലാവുദ്ദീൻ ഷോയിബ് ചൗധരി ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത് പറയുന്നുണ്ട്, പാകിസ്ഥാനിലെ ബിസിനസ്സുകാരനായ സൽമാൻ ടാസിർ എന്ന് പറയുന്ന ISI ബന്ധമുള്ള ഈ സൽമാൻ ടാസിറാണ് ഇവർക്ക് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കി ഈ ലേഖനത്തിൽ പറയുന്നു. 2014 വരെ, അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് വരെ ആക്റ്റീവായിട്ട് ഈ ISI ലിങ്ക് സോണിയാഗാന്ധിക്ക് ഉണ്ടായിരുന്നു എന്നാണ് ബ്ലിറ്റ്സിൽ പറയുന്നത്. അപ്പോൾ ബ്ലിറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ബ്ലിറ്റ്സ് കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയൊക്കെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കുറേ വാർത്തകൾ ഇങ്ങനെ നിരന്തരം വിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇന്ത്യയിലെ പാർലമെന്റ് അംഗങ്ങളാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ഭാവിയിൽ ചിലപ്പോൾ പ്രധാനമന്ത്രി പോലും ആകുമെന്ന് ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങൾ കരുതുന്ന ആളാണ്. അങ്ങനെ അയാളെ ബംഗ്ലാദേശിൽ നിന്നിറങ്ങുന്ന ഒരു പത്രം, ബ്ലിറ്റ്സ് പോലെയുള്ള ഒരു പത്രം നിരന്തരമായി ആക്ഷേപിക്കുന്ന പ്രവണത അവസാനിപ്പിക്കേണ്ടതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത്ര ഗുരുതരമായ അയാൾ എണ്ണി പറയുകയാണ് ആക്ഷേപങ്ങൾ. പക്ഷെ ഇത്ര നാളായിട്ട് രാഹുൽ ഒരു പരാതി പോലും തിരിച്ചു കൊടുത്തു. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പരാതി കൊടുത്തിട്ടില്ല. കർണാടകയിലെ കോൺഗ്രസ് പ്രവർത്തനായ ശ്രീനിവാസ് ജി ഹൈഗ്രൗണ്ട് പോലീസ് സ്റ്റേഷനിൽ ഈ സലാവുദ്ദീൻ ഷോയിബ് ചൗധരിക്കെതിരെ കേസ് കൊടുത്തിരുന്നു. പക്ഷേ സലാവുദ്ദീൻ ഷോയിബ് ചൗധരി ബംഗ്ലാദേശിൽ നിൽക്കുക, അയാൾ എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും അതിൽ ഇടപെട്ട് നടപടി എടുക്കേണ്ട ആരാണ്? ഇന്ത്യ സർക്കാരാണ്. ഇത് ശരിക്കും പാർലമെന്റിൽ ഉന്നയിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കി. ഈ ബ്ലിറ്റ്സിന്റെ ഓൺലൈൻ ആണ് ഇവിടെയൊക്കെ വരുന്നത്. അതിന്റെ ഓൺലൈൻ ഇന്ത്യയിൽ നിരോധിക്കണം. അതിനുള്ള നടപടിയാണ് ശരിക്കും കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. കേന്ദ്ര സർക്കാർ സ്വമേധയാ ഇനി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അങ്ങോട്ട് നാറിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഈ ആക്ഷേപങ്ങൾ ഇങ്ങനെ പ്രചരിക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ കോൺഗ്രസ് സമ്മർദ്ദത്തിലാക്കണം. എന്തെല്ലാം ഇത് പറയുന്നറിയോ? പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു പെട്ടെന്ന് പറയുന്നൊരു കാര്യം, ഒന്ന്, സോണിയാഗാന്ധിക്ക് മുമ്പ് ഒരു കാമുകനുണ്ടായിരുന്നു, ഒരു ഇറ്റാലിയൻ ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ഈ ഇറ്റാലിയൻ ഫുട്ബോൾ കളിക്കാരനുമായിട്ടുള്ള വിവാഹം ഏതാണ്ട് നിശ്ചയിച്ചതാണ്. വീട്ടുകാർക്കുമൊക്കെ സമ്മതമായിരുന്നു. പക്ഷേ രാജീവ് ഗാന്ധിയെ ഒരു ബാറിൽ വെച്ചോ മറ്റോ കണ്ടതിന് ശേഷം ഈ ഇറ്റാലിയൻ ഫുട്ബോൾ കളിക്കാരനെ വിട്ടു. പിന്നെ രാജീവിൻ്റെ കൂടെ കൂടി. അങ്ങനെ രാജീവിൻ്റെ വധുവായിട്ട് ഇവിടെ എത്തി. അതാണ് ഇയാൾ ഈ ISI ബന്ധമായിട്ട് കണക്ട് ചെയ്യുന്നത്. ISIയുടെ ഏജന്റ് ആയതുകൊണ്ട് ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരവസരമായി ഇന്ത്യൻ നേതാവിനെ കണ്ടപ്പോൾ അവിടെ പറ്റിക്കൂടി എന്നാണ് സലാവുദ്ദീൻ ഷോയിബ് ചൗധരി പറയുന്നത്. പിന്നെ ഒരുപാട് ആരോപണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇറ്റലിയിലെ ഒബ്രസാനോ എന്ന് പറയുന്ന സ്ഥലം ഈ കള്ളക്കടത്തുകാരുടെ ഒരു കേന്ദ്രമാണ്. പ്രത്യേകിച്ച് വിഗ്രഹ കള്ളക്കടത്ത്, ലോകത്തെമ്പാടും നിന്ന് വിഗ്രഹ കള്ളക്കടത്ത് നടത്തുന്ന ആളുകളുടെ ഒരു കേന്ദ്രമാണ് ഈ ഒബ്രസാനോ. ഈ ഒബ്രസാനോയിൽ സോണിയാഗാന്ധിക്ക് ഒരു മാളികയുണ്ട്. ഈ മാളിക ഇയാളുടെ ആരോപണമാണ്. ഈ മാളികയിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിന് നടുത്തളത്തിൽ ഒരു കൂറ്റൻ നടരാജ വിഗ്രഹം ഇരിപ്പുണ്ട്. എവിടുന്നാണ് ഈ നടരാജ വിഗ്രഹം വന്നത്? ഇന്ത്യയിലെ ഏതോ ക്ഷേത്രത്തിൽ നിന്ന് കള്ളക്കടത്തായി അടിച്ചു മാറ്റിയതാണ്. മുമ്പ് ഇങ്ങനെ ഈ സലാവുദ്ദീൻ ഷോയിബ് ചൗധരിയുടെ മുമ്പൊരു ലേഖനത്തിൽ ഇതുപോലെ ബ്ലിറ്റ്സിൽ വന്ന അപകീർത്തികരമായ ഒരു ലേഖനത്തിൽ പറഞ്ഞിരുന്നു, സോണിയയുടെ സഹോദരി ഒബ്രസാനോയിലെ വിഗ്രഹ കള്ളക്കടത്ത് ഗ്യാങ്ങിലെ ആളാണ്. ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് വിഗ്രഹങ്ങൾ കള്ളക്കടത്തായി സോണിയയുടെ അറിവും സമ്മതവും സഹായവും വഴി കടത്തിക്കൊണ്ടുപോയി വലിയ പണമുണ്ടാക്കുന്ന ഒരു ഗ്യാങ് ആണ് സോണിയയുടെ സഹോദരി വഴി എന്നൊരു ആരോപണം ഇയാൾ മുമ്പ് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇയാൾ പറയുന്നത്. മറ്റൊന്ന്, നമുക്ക് ഈ രാഹുലിനെ കുറിച്ച്, സോണിയ മാത്രമല്ല രാഹുലിനെയും അല്ലാതെ അങ്ങ് ആക്ഷേപിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ബ്ലിറ്റ്സിൻ്റെ പത്രാധിപർ പറയുന്ന ഗുരുതരമായ മറ്റൊരു ആരോപണം, അതായത് മ്യാൻമറിൽ ഒരു റിസോർട്ടുണ്ട്, അതിൻ്റെ പേര് ഗാർഡൻ ഗസ്റ്റ് ഹൗസ് എന്നാണ്. ഈ ഗാർഡൻ ഗസ്റ്റ് ഹൗസിൽ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. രാഹുൽ ലോകം മുഴുവൻ ചുറ്റി നടക്കുമ്പോൾ ഇടയ്ക്ക് കാണാതെ പോകുമല്ലോ. അങ്ങനെ പോകുമ്പോൾ
രാഹുൽ സെക്യൂരിറ്റി ഒഴിവാക്കും. എന്നിട്ട് ആ ഗസ്റ്റ് ഹൗസിൽ CCTV ക്യാമറകൾ ഓഫ് ചെയ്യിക്കും. അങ്ങനെ എന്തിനാണ് രാഹുൽ അവിടെ പോകുന്നത്? അവിടെ വെച്ച് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആളുകളും പാക് ISIക്കാരും ദാവൂദിനെ കാണുന്നുണ്ടോ? രാഹുലിനെ കാണുന്നുണ്ടോ? ഇയാളുടെ മറ്റൊരു ചോദ്യമാണ്. മാത്രമല്ല, ഇയാൾ പിന്നെ പറയുന്നത് നതാലിയ റാമോസ് എന്ന് പറഞ്ഞൊരു സ്പാനിഷ് നടിയുണ്ട്. ഈ നടിയും രാഹുലുമായിട്ട് വളരെ നല്ല അടുപ്പമാണ്. എന്നിട്ട് ഈ നടിയെ ഉപയോഗിച്ച്, എങ്ങനെയെന്ന് പറയുന്നില്ല, നടിയെ ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം. ആ നടിയെ ഉപയോഗിച്ച് ലോക നേതാക്കളുമായി ബന്ധമുണ്ടാക്കാൻ രാഹുൽ ശ്രമിക്കുന്നു എന്നാണ് ചൗധരിയുടെ അടുത്ത അലിഗേഷൻ. അതുകൂടാതെ പറയുന്നുണ്ട്, അടുത്തിടെ ഒരു നൈറ്റ് ക്ലബിൽ രാഹുൽ ഗാന്ധി ഒരു ചൈനീസ് സുന്ദരിയുമായിട്ട് നിൽക്കുന്നത് കണ്ടു. ആരാണ് ചൈനീസ് സുന്ദരി എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് അലഹബാദ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞ അമേത്തി ഗസ്റ്റ് ഹൗസിലെ ഒരു ബലാത്സംഗ കേസുണ്ട്, സുകന്യ സിംഗ് കേസ്. ഒരു നേതാവിൻ്റെ വിദേശത്തുള്ള സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഒരു സുകന്യ സിംഗ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. ഇപ്പോഴും നെറ്റിൽ കിട്ടും. അലഹബാദ് ഹൈക്കോടതിയിൽ വിധിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയെയും കുടുംബത്തെയും കാണാതായി എന്ന് പറയുന്ന ഒരു കേസുണ്ട്. അതേക്കുറിച്ച് രാഹുലിന് എന്താണ് പറയാനുള്ളത്? അന്ന് വിദേശത്ത് നിന്ന് വന്ന ആളുകൾ ആരൊക്കെയായിരുന്നു? അവരെക്കുറിച്ച് എന്തെങ്കിലും കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധിക്ക് പറയാനുണ്ടോ എന്ന് ഇയാൾ ചോദിക്കുന്നു. പിന്നെ ആക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകാലങ്ങളിൽ കേട്ടിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങളും, ഈ നാട്ടിലാകെ നടക്കുന്ന ചില അപവാദകഥകളിലെ നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധിയെ കാണുന്നതിന് മുമ്പ് സോണിയാഗാന്ധിക്ക് മറ്റൊരു ഇറ്റാലിയൻ ഫുട്ബോളറുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു, അത് അവരുടെ കാമുകനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു വൃത്തികെട്ട ആക്ഷേപം കൂടി ഈ ചൗധരി പറയുന്നുണ്ട്. ചൗധരി പറയുന്നത്, രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ കൊല്ലപ്പെട്ടപ്പോൾ DNA ടെസ്റ്റ് നടത്താൻ നോക്കിയപ്പോൾ രാഹുലിൻ്റെ DNA എടുക്കണ്ട, പ്രിയങ്കയുടെ എടുത്താൽ മതിയെന്ന് സോണിയ പറഞ്ഞു എന്നുള്ള വളരെ വൃത്തികെട്ട ആക്ഷേപങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, പിന്നെ രാഹുലിനെ കുറിച്ച് ഇയാൾ വീണ്ടും പറയുന്ന അലിഗേഷൻസ് പറഞ്ഞാൽ, അഫ്ഗാനിസ്ഥാനിലെ ഒരു മുസ്ലിം രാജകുടുംബത്തിലെ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുമായിട്ട് രാഹുൽ ഗാന്ധിക്ക് അടുപ്പമുണ്ടായിരുന്നു. അവളെ വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ച്, മുസ്ലിമാണല്ലോ, അതുകൊണ്ട് നീ മതം മാറി ക്രിസ്ത്യാനിയാവണമെന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ രാഹുൽ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഈയിടെ ബീഹാറിൽ പോയപ്പോൾ അമ്പലത്തിലൊക്കെ കയറിയേ ഞാൻ പൂണൂൽ ധരിക്കുന്ന ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി അങ്ങനെ അഫ്ഗാൻ രാജകുടുംബത്തിലെ മുസ്ലിമായ പെൺകുട്ടിയെ മതം മാറ്റി ക്രിസ്ത്യാനിയാക്കി കുറേ നാൾ കൂടെ നടന്നതിന് ശേഷം ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. പിന്നെ അതിനുശേഷമാണ് കൊളംബിയയിലെ ഒരു മയക്കുമരുന്ന് ഡ്രഗ് കാർട്ടലിൻ്റെ ഉടമയായ അയാളുടെ മകളുമായിട്ട് ബന്ധമുണ്ടായി എന്ന് പറയുന്നു. പിന്നെ ബോസ്റ്റൺ എയർപോർട്ടിൽ ഈ പെൺകുട്ടിയും രാഹുലും കൂടെ ചെല്ലുമ്പോൾ $1,60,000 പിന്നെ ഒരു വെളുത്ത പൊടിയും കൂടെ പിടിച്ചു. അത് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ പ്രശ്നമായി. സോണിയാഗാന്ധി അന്ന് പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയെ സമീപിച്ചു. വാജ്പേയി ഇടപെട്ടിട്ടാണ് രാഹുലിനെ അന്ന് മോചിപ്പിച്ചത്. ഇതൊക്കെ ഓൺലൈനിൽ ഇങ്ങനെ കാലങ്ങളായി ഇപ്പോൾ നെറ്റിൽ കിടക്കുന്ന കഥകളാണ്. ഇതെല്ലാം കൂടെ ഇയാൾ ഈ ലേഖനത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആധികാരികത തെളിയിക്കപ്പെട്ടിട്ടില്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ വാജ്പേയി സർക്കാർ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സോണിയാഗാന്ധി പറയണം, അപ്പോൾ വാജ്പേയി ഇല്ല, അന്നത്തെ സർക്കാരിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഉണ്ട്. BJPക്ക് അറിയായിരിക്കും. BJP പറയണം അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. BJP ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. ഇല്ല നിങ്ങൾ വിഷമിപ്പിക്കല്ലേ. ഞാൻ ഈ പറയുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിക്കാൻ വേണ്ടി വിദേശത്തുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ നിരന്തരം നടത്തുന്ന ഗൂഢാലോചന രാജ്യത്തിന് അഭിമാനകരമല്ല എന്ന് പറയാനാണ്. അതുകൊണ്ടാണ്, അല്ലാതെ രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ പറയുന്നതിനകത്തുള്ള ഒരു സങ്കടം കൊണ്ടാണ് അല്ലേ? രാഹുൽ ഗാന്ധി അങ്ങനെ തെളിവ് വേണ്ടേ? ആർക്കും എന്തും പറയാം. പക്ഷേ അങ്ങനെ തെളിവില്ലെങ്കിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയോ അല്ലെ കോൺഗ്രസ്സുകാരോ പ്രതിഷേധമായിട്ട്? രാഹുൽ ഗാന്ധിക്ക് എന്ത് പറയാൻ ചെയ്യാൻ പറ്റും? ബംഗ്ലാദേശിൽ പോയി ചെയ്യാൻ പറ്റും. ബംഗ്ലാദേശിൽ ഇരുന്നിടത്തും പറഞ്ഞാൽ ഇവിടെ ഖാർഗെ ഉണ്ടല്ലോ, കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടല്ലോ, KC വേണുഗോപാൽ ഉണ്ടല്ലോ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനത് പ്രതികരിച്ചുകൂടെ? ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ല, ഇന്ത്യ ഗവൺമെന്റ് പ്രതികരിച്ചിട്ട് എനിക്ക് പറഞ്ഞതെന്നുള്ള രാഹുൽ ഗാന്ധി ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ വ്യക്തിപരമായി കാണുക, വ്യക്തിപരമായി കണ്ടിട്ട് ഇത് ഒരു നടപടിയുടെ മിനിമം ഈ സൈറ്റ് ഇന്ത്യയിലെങ്കിലും കിട്ടാത്ത തരത്തിലേക്ക് ബ്ലോക്ക് ചെയ്യണം എന്ന് പറയാം. നമ്മളിപ്പോൾ TikTok ഉൾപ്പെടെ നിരോധിച്ചു അല്ലേ? അതുപോലെ നമുക്ക് രാജ്യവിരുദ്ധമായ പ്രചാരണം നടത്തുന്ന സൈറ്റുകൾ നിരോധിക്കാം. അത് വേണമെങ്കിൽ ചെയ്യാം. അതിന് നീക്കം നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ പറഞ്ഞ ഈ കൊളംബിയൻ പെൺകുട്ടിയെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. കുമരകത്ത് താജിൽ വന്നിട്ടുണ്ട്, ലക്ഷദ്വീപിൽ പോയിട്ടുണ്ട്. പിന്നെ ഇയാൾ പറഞ്ഞ പഴയ കഥകളൊക്കെ ഇതിനകത്ത് വീണ്ടും പറയാണ്. രാഹുൽ ഗാന്ധിക്ക് ഈ കൊളംബിയൻ മയക്കുമരുന്ന് തലവൻ്റെ മകളിൽ 2 മക്കളുണ്ട്. ഞാക് വിൻസി എന്ന് പറയുന്ന 19 വയസ്സുകാരൻ മകനും 15 വയസ്സുള്ള മിനിക് വിൻസി എന്ന് പറയുന്ന 2 കുട്ടികളുമുണ്ട്. അവർ ക്രിസ്ത്യാനികളായിട്ട് വളരുകയാണ്. റൗൾ വിൻസി എന്നുള്ള പേരിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ്
അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ സോണിയാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ സോണിയാഗാന്ധി കേംബ്രിഡ്ജിൽ പഠിച്ചു എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. അവിടെ ഗിവാന, ഇറ്റലിയിലെ ഗിവാന എന്ന് പറയുന്ന സ്ഥലത്ത് മരിയ ഓസിലിയാട്രിസ് സെമിനാരിയിലാണ് ഇവർ പഠിച്ചത്. ഏതാണ്ട് സ്കൂൾ വിദ്യാഭ്യാസം മാത്രമല്ല, അവർക്ക് ഈ പറഞ്ഞതുപോലെ വലിയ കേംബ്രിഡ്ജ് ഡിഗ്രി ഒന്നുമില്ല എന്നൊക്കെയാണ് ഈ ലേഖനത്തിൽ ഇങ്ങനെ നിരന്തരം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സോണിയാഗാന്ധിയെക്കുറിച്ചും രാഹുൽ ഗാന്ധിയെക്കുറിച്ചും ഏറ്റവും വൾഗറായിട്ടുള്ള അലിഗേഷൻസാണ് ഇത് നിറയെ ഉള്ളത്. അപ്പോൾ നമ്മൾ അന്ന് വീഡിയോ ചെയ്തു, മുമ്പൊരിക്കൽ ഇയാൾ ഫസ്റ്റ് ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞു ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ, അന്ന് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരുന്നില്ല ഒന്നുമില്ലേ നമ്മൾ പണ്ട് പറഞ്ഞപ്പോൾ. ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം വീണ്ടും ഇയാൾ ഇതേ പ്രചാരണവുമായി വന്നിരിക്കുകയാണ്. ഇതിനെ ശക്തമായി നേരിടാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ അപമാനിക്കാനുള്ള നീക്കം ശരിയല്ല. നാളെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇന്ന് പറഞ്ഞാൽ നാളെ അത് പ്രധാനമന്ത്രിക്കെതിരെ പറയാം, ആർക്കെതിരെയും പറയാം. വിദേശത്താണ് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ആനപ്പുറത്താണ് ഇരിക്കുന്നത് എന്ന് കരുതിയിട്ട് ഒരു ചൗധരിയും അങ്ങനെ ആളാവേണ്ട കാര്യമില്ല. അപ്പോൾ ബ്ലിറ്റ്സിനെ ഇന്ത്യയിൽ നിരോധിക്കണം. അത് അതിശക്തമായി നമ്മൾ ആവശ്യപ്പെടുകയാണ്. ബ്ലിറ്റ്സിൻ്റെ ലിങ്ക് ഇന്ത്യയിൽ വായിക്കാൻ കിട്ടാത്ത തരത്തിൽ നിരോധിക്കാനുള്ള നടപടി കേന്ദ്ര സർക്കാർ എടുക്കണം. അതിനുവേണ്ടി വലിയ പ്രക്ഷോഭം നയിക്കാൻ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഒറിജിനൽ രാഹുലിനെതിരെയാണ് ഈ കഥ മുഴുവൻ വരുന്നത്. അപ്പോൾ മാങ്കൂട്ട ചീള് കേസ്. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇടപെട്ട് ചെയ്യണം. അത് കോൺഗ്രസ് നേതൃത്വം ഇടപെടേണ്ട. ഞാൻ BJP-യിലെ പല നേതാക്കന്മാരും വളരെ മാന്യന്മാരായ നേതാക്കന്മാരാണെന്ന് കരുതുന്നത്. കാരണം നമ്മുടെ രാജ്യത്തിൽ ഇതിലൂടെ മോശമാവുന്ന ഇന്ത്യയുടെ ഇമേജാണ് അല്ലേ, നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ സ്വമേധയാ ഒരു പരാതി കിട്ടിയില്ലെങ്കിൽ പോലും ഇത്തരം വൃത്തികെട്ട പ്രചാരണങ്ങൾ നടത്തുന്ന ആളുകളെ ചെറുക്കാൻ എന്ത് ചെയ്യണം? മിനിമം അവരെ വിദേശ പൗരരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു കർണാടകയിലുള്ള ഒരു ശ്രീനിവാസോ മറ്റോ ഒരാൾ, അതെ ശ്രീനിവാസ് ജി ഹൈഗ്രൗണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയാൾ ബംഗ്ലാദേശിൽ ഇരിക്കുന്നു. ബംഗ്ലാദേശിൽ പോയി ബാംഗ്ലൂർ പോലീസിന് പിടിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇത്തരം ദുഷ്പ്രചരണങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയും നടത്തുന്ന അഭികാമ്യമല്ല. അത് തടയാനുള്ള നടപടി ഉണ്ടാവണം. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് ഇടപെടണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.